എടാ എന്താണ് മിണ്ടാത്തത്? വായിക്കാനത്ത് എന്താണ്? യൗവനം വായിക്കരുത്. പൊതുവെ ക്ഷമിക്കണം. നിത്യ യൗവന ദേഹം ശരിക്കും പാകമായോ എന്ന് പരിശോധിച്ച് നോക്കുകയായിരുന്നു. അത് ശരി. പച്ചന അരയ്ക്കാൻ വന്ന നീ പരിശോധനയും തുടങ്ങി അല്ലേ? ഇനിമേലാ ചെയ്യില്ല. എടാ ഇപ്പൊ സമയം എത്രയായി? കൃത്യം ഇന്നത്തെ സമയമായിട്ടുണ്ട്. അതല്ല ചോദിച്ചത്. പുനർന്നിട്ട് എത്ര നാഴികയായി എത്ര വിനാഴികയായി എന്നാ ചോദിച്ചത്. അയ്യോ ഗുരുവേ, അത് പറയാൻ അറിയാമെങ്കിൽ പിന്നെ ഞാനിവിടെ ഈ അരയ്ക്കാൻ വന്ന് നിൽക്കണം. നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ. അതിരിക്കട്ടെ, ഇപ്പൊ സമയം എന്തിനാ അറിയുന്നേ? കാര്യമുണ്ടാ മോളെ സുഗന്ധി. എന്താ മോളെ, കൊട്ടാരത്തില് ഒരു രത്ന വ്യാപാരി വന്നിട്ടുണ്ട്. നല്ല സുന്ദരനാണ്. മോളെ പെണ്ണ് കാണാൻ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നെ ആരും കാണുന്നുണ്ട്. കാണാതെ എങ്ങനെ കല്യാണം നിശ്ചയിക്കുന്നത്? ഭഗവാനെ, ഞാൻ ഈ രാത്രിയും പകലൊക്കെ ഇവിടെ നിന്ന് പച്ചലരച്ചത് പാഴായല്ലോ. നീ എന്തുവാണ് ഈ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഗുരുവെ ക്ഷമിക്കണം. ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത് ഗുരുവിന്റെ മരുമകനാണ്. അയ്യോടാ വാനരത്താണ്, നീ എന്റെ മരുമകൻ. അച്ഛാ, എനിക്ക് വിദൂഷണൻ ശിരോമണിയെ മതി. ഇനി അവൻ വയസ്സനാണ്. വയസ്സനോ? ആര് പറഞ്ഞു വയസ്സനാന്ന്? നല്ല ചുറുചുറുക്കും ചുണയൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ പോലെ അരയ്ക്കൂല. ഇനി അവന് വയസ്സ് 60 എന്റെ നിത്യം കൂടെ ലേഹ്യം കഴിച്ചതുകൊണ്ടാ അവനിങ്ങനെ ചെറുപ്പക്കാരനെ പോലെ നടക്കുന്നത്. സാരമില്ല, എനിക്ക് ശിരോമണിയെ മതി.